ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് ജഗ. ആക്ച്വലി വന്നിട്ട് ഇന്ന് നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു പ്രധാന വിഷയം എന്നല്ല, പല വിഷയങ്ങളെ പറ്റി നമുക്കൊന്ന് ഒരു ഗോ ത്രൂ ഇറ്റ്. ഏത് എൻ്റെ ലൈഫാവാം, ഇല്ലെങ്കിൽ എന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിറയെ പേരുടെ ലൈഫാവാം. ആക്ച്വലി വന്നിട്ട് നമ്മുടെ ലൈഫിൽ എൻ്റെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? ഡോണ്ട് ട്രസ്റ്റ് എനി വൺ. നമ്മളെ നിറയെ ട്രസ്റ്റ് തരും ചിലർ. നമുക്ക് ലൈഫിൽ ഭയങ്കര ട്രസ്റ്റ് തന്ന് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ജോലികൾ ചെയ്യിപ്പിച്ച്, നമ്മളെ കൊണ്ട് അവർക്ക് എന്തൊക്കെയാണോ ആ ആവശ്യങ്ങളെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. എന്നിട്ട് ആ ആവശ്യങ്ങൾ എല്ലാം കഴിഞ്ഞ് ഒരു സക്സസ് എന്ന് പറഞ്ഞ ഒരു സംഭവം വരുമ്പോൾ നൈസായിട്ട് നമ്മളെ മറ്റേ ടാറ്റ ബൈ ബൈ സി യു എന്ന് പറഞ്ഞ് നമ്മളെ നൈസായിട്ട് അവരങ്ങ് തഴഞ്ഞിടും. കഴിഞ്ഞാൽ നമ്മളെ നൈസായിട്ട് ഒഴിവാക്കും. അതാണ് യഥാർത്ഥ വേർഡ്, ഒഴിവാക്കുക. അതെന്ന് പറഞ്ഞാൽ അവരുടെ സക്സസ്സിൽ നമ്മുടെ പ്രസൻസ് അവർക്ക് ആവശ്യമായിരുന്നു. സക്സസ് ആകുമ്പോഴല്ല, സക്സസിൻ്റെ ജേണിയിൽ വന്നിട്ട് നമ്മുടെ പ്രസൻസും ടൈമും എഫേർട്ടും നമ്മളുടെ രാപ്പകലില്ലാത്ത കഷ്ടപ്പാടും എല്ലാം അവർക്ക് വേണമായിരുന്നു. പക്ഷെ ആ സക്സസ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് കണ്ടതിന് ശേഷം നൈസായിട്ട് നമ്മളെ അവർ തള്ളി പുറമോട്ട് മാറ്റും. അതെന്താന്ന് വെച്ചാൽ അവർക്ക് ഇനി നമ്മുടെ ആവശ്യമില്ല. അവർ സക്സസ്സിലെത്തി, ഇനി അവർക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഇനി മുന്നോട്ട് വലിയ വിശാലമായ വഴിയുണ്ട്. മുമ്പേ അവർ വന്നത് മറ്റേ കല്ലും മണ്ണും ഒക്കെ ഇട്ട് അങ്ങനെ കഷ്ടപ്പെട്ട് ഒരു ഭയങ്കര എന്താ പറയണ്ട, കഷ്ടപ്പെട്ട വഴിയിലൂടെ വന്നപ്പം നമ്മുടെ സഹായവും നമ്മുടെ കൂട്ടും അവർക്ക് വേണമായിരുന്നു. അത് കഴിഞ്ഞ് നല്ല വഴിയായപ്പം അവർക്ക് നമ്മളെ വേണ്ട. അത് ഈ പണ്ടുള്ളവർ പറയുന്നേക്കാം, പാലം കിടക്കോളം രാമ പാലം കടന്നു കഴിയുമ്പം പുരായണ, അങ്ങനെ എന്തോ ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ സെയിം തിങ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മൾക്ക് ചില സമയത്ത് തോന്നും ഇവരുടെ കൂടെ നിൽക്കുമ്പം ഇവരിങ്ങനെ ചെയ്യുമോ, ചെയ്യത്തില്ലായിരിക്കും എന്ന് നമ്മൾക്ക് ഇങ്ങനെ തോന്നും. പക്ഷേ ദ ട്രൂ ഫാക്ടർ ഈസ് സംടൈം നമ്മൾക്ക് തന്നെ തോന്നും, അയ്യോ ഇവരിങ്ങനെ ചെയ്യുമോ, എന്നിട്ട് നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്യുന്നതാണ്. അല്ലാതെ നമ്മൾ പോയിട്ട് വന്നിട്ട് നമുക്ക് ആരെങ്കിലും പോയി നമ്മളെ പറ്റിക്കുമെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് പോയി ചാടത്തില്ലല്ലോ. നമ്മൾ ട്രസ്റ്റ് ചെയ്യുകയാണല്ലോ. നമ്മൾക്ക് ട്രസ്റ്റ് ചെയ്ത് നമ്മളതിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പാതിക്ക് വെച്ച് ഇട്ടിട്ട് പോയവരുമല്ല. ആ ഫുൾ ജേണിയിലും നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് ലാസ്റ്റ് മൊമെൻ്റ് ആകുമ്പം ഈ ഡാഡി ഇല്ലാത്ത പരിപാടി എന്ന് പറയത്തില്ലേ, അത് കാണിക്കും. അങ്ങനെ ഒരുപാട് പേര് എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. ഞാനാണെങ്കിൽ മനസ്സിലാക്കിയ വേറൊരു കാര്യം, ഒരുപാട് പേര് ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഞാനെന്നല്ലായിരിക്കും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഉണ്ടായ അനുഭവം കൂടെ ആയിരിക്കും. മീൻസ് നമ്മൾ അവരെ കനിഞ്ഞങ്ങ് സഹായിച്ചങ്ങ് നമ്മളങ്ങ് വേറെ ലെവലിൽ സഹായിക്കും. പക്ഷേ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അവസാനം അവർ നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല. അതാണ് സംഭവിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മളവർ ഫോർ എക്സാമ്പിൾ എനിക്കുണ്ടായ ഒരു അനുഭവം വെച്ച് തന്നെ പറയാം. ഞാൻ നിറയെ പേർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുകയും നിറയെ പേരെ ഞാൻ ഫിനാൻഷ്യലി അല്ലെങ്കിൽ പോലും ഓരോ ചെറിയ കാര്യങ്ങൾക്ക് സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീടൊരവസരത്തിൽ നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മൾ അവരോടത് പറയുമ്പോൾ അവർ നൈസായിട്ട് കൈമലത്തി കാണിക്കും. അങ്ങനെയുള്ള ആൾക്കാരും നമ്മുടെ ചുറ്റുപാടും ഒരുപാടുണ്ട്. ഇന്നത്തെ കാലത്ത് അതാണ് കൂടുതലുള്ളത്. സത്യസന്ധതയും ആത്മാർത്ഥതയും വെട്ടിപ്പുഴുങ്ങി നമ്മൾ കൊടുക്കുമ്പോൾ അവരിങ്ങോട്ട് തിരിച്ചു തരുന്നത്, ഈ ഇവളെയൊക്കെ സഹായിച്ചിട്ട് എന്താ, ഇവൾ അന്ന് എന്നെ സഹായിച്ചെന്ന് വെച്ച് ആ ഒരു മൈൻഡ് ഓഫ് വ്യൂ ആണ് അവർക്ക്. നമ്മളൊരിക്കലും ചിലപ്പോൾ സഹായം പ്രതീക്ഷിച്ചായിരിക്കത്തില്ല, അല്ലെങ്കിൽ തിരിച്ച് ചെയ്യണേന്ന് കരുതി ആയിരിക്കത്തില്ല നമ്മൾ ചെയ്യുന്നത്. ദെൻ ഓൾസോ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അല്ലെങ്കിൽ ഇവിടെ വരെ പോകുന്നു, ഒന്ന് കൂടെ വരുമോ, അല്ലെങ്കിൽ ഇതൊന്ന് ചെയ്യാനൊന്ന് ഹെൽപ്പ് ചെയ്യുമോ, അങ്ങനെ പറയുമ്പോൾ നിസ്സാര കാരണങ്ങൾ കൊണ്ട് പറ്റത്തില്ല, അയ്യോ അപ്പോഴോ അങ്ങനെയൊക്കെ പറഞ്ഞ് എത്ര ഒഴിവാക്കാനുള്ള റീസൺസ് ആണ് അവർക്ക്. നമ്മളാണെങ്കിൽ അവർക്ക് വേണ്ടി പെടാപ്പാടുപെട്ട് എന്തൊക്കെ സഹായങ്ങൾ അവിടുന്ന് ഇവിടുന്നും കാണാൻ വാങ്ങിച്ചായിരിക്കും സഹായിക്കുന്നത്. പക്ഷേ ദ ട്രൂത്ത് ഫാക്ടർ ഈസ്
അതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ലായിരുന്നു എന്ന് പിന്നീടാണ് എനിക്ക് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നീട് എൻ്റെ ലൈഫിൽ മനസ്സിലാക്കിയൊരു കാര്യമാണ്, ഒരിക്കലും ഒരു തെണ്ടിയെ സഹായിക്കാൻ പോകരുത്. ആരെങ്കിലും നമ്മളങ്ങനെ സഹായിക്കാൻ പോയാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് നല്ല 8ൻ്റെ മണിയായിരിക്കും. അങ്ങനെ സഹായിക്കാൻ പോയാൽ നമുക്ക് കിട്ടുന്നത് 8ൻ്റെ മണിയായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരു സന്തോഷം ഉണ്ടാകാൻ പോകുന്നില്ല, സങ്കടം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. ആ സമയത്ത് അറിയാൻ മേലാത്ത ആരെങ്കിലും അല്ലെങ്കിൽ പാവപ്പെട്ടവരെന്തെങ്കിലും ഒന്ന് സഹായിച്ചാൽ പിന്നെയും കുഴപ്പമില്ല. അറിയാവുന്ന മനുഷ്യനെ ഒരിക്കലും സഹായിക്കാൻ പോകരുത്. കാരണം പിന്നീടാണെങ്കിലും തിരിഞ്ഞു നിന്ന് കുത്താനും കുറ്റം പറയാനേ പോകുന്നുള്ളൂ. അത് ഫാമിലിക്ക് ഇൻസൈഡ് അല്ലെങ്കിൽ ഫാമിലിക്ക് ഔട്ട് സൈഡ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ് അങ്ങനെ ചെയ്യും. ഇന്നത്തെ കാലത്തെ മനുഷ്യരുടെ മൈൻഡ് ഓഫ് തോട്ട് അതാണ്. എനിക്ക് മാത്രമല്ല, എനിക്ക് ചുറ്റുമുള്ള പലരും പറഞ്ഞ് ഞാൻ കേട്ട കാര്യങ്ങളോടാണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്. എന്ന് വെച്ച് എല്ലാവരും അങ്ങനെയാണെന്നും പറയുന്നില്ല, എല്ലാവരും അങ്ങനെയല്ല. 1-2 പേര് കാണും, നല്ല മനുഷ്യരായ എന്നെപ്പോലെ മണ്ടത്തരം കാണിക്കുന്ന നിറയെ പേര് കാണും. എന്നാൽ പോലും ഇങ്ങനെ കുറേ എണ്ണവും ഈ ലോകത്തുണ്ട്. അപ്പം കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമുള്ളവർ, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. കാരണം നമ്മളെ കാണുമ്പോൾ നമ്മളോട് ഭയങ്കര സ്നേഹവും ഒലിപ്പീരും അയ്യോ ചേച്ചി വിളിയും അയ്യോ ഒന്നും പറയണ്ട, നമ്മളങ്ങോട്ട് തിരിയണ്ട താമസം. തിരിഞ്ഞ് നിന്ന് നമ്മുടെ കുറ്റം അങ്ങ് പറയും. എന്നിട്ട് നമ്മളെങ്ങാനും അവരുടെ ലൈഫിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് എടുത്ത് ഒന്ന് മിണ്ടാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ പറയണ്ട. പിന്നെ നമ്മളെ തിരിഞ്ഞ് വിളിക്കത്തുമില്ല, തിരിഞ്ഞ് നോക്കത്തുമില്ല, യാതൊരു കോണ്ടാക്റ്റായിട്ട് യാതൊരു എന്താ പറയണ്ടേ, യാതൊരു കാര്യങ്ങളാവട്ടെ ഒന്നും കാണത്തില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്കിപ്പോൾ ഈ 28 വയസ്സായതിനു ശേഷമാണ് ഈ ഉണർവുണ്ടായതെങ്കിലും ഇപ്പം ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നേരത്തെ ഉണർവ് അറിഞ്ഞുകൊള്ളുക. നമുക്ക് നമ്മൾ മാത്രമേ കാണൂ, ഒരു മനുഷ്യനും നമുക്ക് കാണില്ല. നമ്മുടെ സങ്കടത്തിലാണെങ്കിലും സന്തോഷത്തിലാണെങ്കിലും നമ്മൾ സ്വയം നമ്മളെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ആർക്കും നല്ലത് ചെയ്യാനും പോകണ്ട, ചീത്ത ചെയ്യാനും പോകണ്ട. നമ്മൾ ആ ഒരു ഗോ വിത്ത് ഫ്ലോ, ആ ഒരു ലെവലിൽ അങ്ങ് പോയാൽ മതി. അപ്പം അത്രേ ഉള്ളൂ. എല്ലാവരും മനസ്സിലാക്കുക, എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുക, സന്തോഷമായി ജീവിക്കുക. ആർക്കും ഒരു തിന്മ ചെയ്യാതെ ജീവിക്കുക. ആർക്കും എന്താ പറയണ്ടേ, ആരും നശിച്ചു പോണേന്ന് കരുതി ഒന്നും ചെയ്യാതിരിക്കുക. നല്ലത് ചെയ്യുക, ദൈവത്തെ വിളിക്കുക, നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ജീവിക്കുക. അത്രേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ കാണാം, സംസാരിക്കാം. ലുക്കൊന്നും നോക്കണ്ട. ഓക്കെ, ബൈ.